നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. KCBC പ്രസിഡന്റ് കർദിനാൾ മാർ ക്ലിമീസ് ബാവ പിണറായി വിജയൻ്റെ ഉറ്റ സുഹൃത്താണ്. എന്നാൽ വരുന്നത് UDF സർക്കാരായിരിക്കുമെന്ന് ക്ലിമീസ് ബാവയ്ക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാണക്കാട് തറവാട്ടിലെത്തിയിരിക്കുകയാണ് ക്ലിമീസ് ബാവ. മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവ സമുദായവും മുസ്ലിം ലീഗും തമ്മിൽ പലപ്പോഴും ഇടഞ്ഞിരുന്നു. മുനമ്പം വിഷയം ആളിക്കത്തിക്കാൻ ക്രൈസ്തവ സമുദായത്തിലെ ചില സംഘടനകൾ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത് UDFന് ദോഷം ചെയ്യുമെന്ന് തിരിച്ചറിഞ്ഞ ലീഗ് ക്രൈസ്തവ സമുദായത്തെ വിശ്വാസത്തിലെടുക്കാൻ പല പൊടിക്കൈകളും പ്രയോഗിച്ചു. അതിലൊന്നായിരുന്നു ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് മലാപ്പറമ്പിലെ ബിഷപ്പ് ഹൗസിലെത്തി സാദിഖ് അലി തങ്ങൾ കേക്ക് മുറിച്ചത്. മുസ്ലിം ലീഗിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ആക്രമണവുമായി കാസ പലപ്പോഴും നിരന്നിരുന്നു. മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ തിരക്കഥയിൽ കോൺഗ്രസും CPM-ഉം ചേർന്ന് കളിക്കുന്ന നാടകം ഇനിയെങ്കിലും ക്രിസ്ത്യൻ സമുദായം തിരിച്ചറിയണമെന്ന് ഇക്കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കാസ പറഞ്ഞിരുന്നു. മുനമ്പം ഭൂമി വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ചേർന്ന എല്ലാ മുസ്ലിം സംഘടനകളുടെയും സമുദായ നേതാക്കളുടെയും രഹസ്യ യോഗത്തിലെടുത്ത തീരുമാനപ്രകാരമാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് മുസ്ലിം ലീഗ് മതേതര മുഖംമൂടി അണിഞ്ഞുകൊണ്ട് അരമനകളുടെ തിണ്ണ നിരങ്ങുകയും ഞങ്ങൾ മുനമ്പം ജനതയ്ക്കൊപ്പമാണെന്നും അവരെ കുടിയിറക്കില്ലെന്നും പറയുമ്പോഴും ബാക്കിയുള്ളവരെ കൊണ്ട് മുനമ്പം വഖഫ് ഭൂമിയാണെന്നും അതിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും നിലപാടെടുപ്പിച്ചുകൊണ്ട് സർക്കാരിൽ സമ്മർദ്ദമുണ്ടാക്കുന്നു. ആരാണ് മുസ്ലിം സമുദായത്തെ കൂടുതൽ പ്രീണിപ്പിക്കുന്നത് എന്ന് കാട്ടിക്കൊടുക്കാൻ കോൺഗ്രസും CPM-ഉം തമ്മിൽ മത്സരിക്കുമ്പോൾ വിഡ്ഢികളാക്കപ്പെടുന്നത് മുനമ്പത്തെ ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ മാത്രമാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് തുടർന്ന് 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ചില പ്രത്യേകതകൾ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചിരുന്നു. അതിൽ മുഖ്യമായത് UDF രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ്. പഴയ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് തുടങ്ങിയതാണ് 5-ാം മന്ത്രി എന്ന വിവാദം. തുടർന്ന് UDFൽ ലീഗ് പിടിമുറുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. കേരള കോൺഗ്രസ് എമ്മിനെ തഴഞ്ഞ UDF ഏറെ ദുർബലമാകുന്നത് മുസ്ലിം ലീഗിന്റെ സ്വാധീനം ഉറപ്പിക്കുന്നതോടുകൂടിയാണ്. മുസ്ലിം ലീഗും സംഘടനകളുമൊക്കെ UDFനെ ഹൈജാക്ക് ചെയ്തു എന്ന ആരോപണം BJP കേരളത്തിൽ തൊടുക്കുമ്പോൾ അതിൽ വാസ്തവമുണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഇത്തരം ചില പടല പിണക്കങ്ങളിലൂടെയാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം UDFൽ നിന്ന് കൊഴിഞ്ഞുപോയതോടെ ക്രിസ്ത്യൻ സമുദായ അംഗങ്ങൾക്കിടയിൽ ചില സംശയങ്ങൾ തലപൊക്കി. UDFനെ പൂർണ്ണമായും മുസ്ലിം ലീഗ് ഹൈജാക്ക് ചെയ്തുവെന്നാണ് പരക്കെ പ്രചരണങ്ങൾ നടന്നതും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സൂക്ഷ്മതയോടെ കരുക്കൾ നീക്കിയില്ല എങ്കിൽ അത്ര കണ്ട് സുഖകരമായിരിക്കില്ല കാര്യങ്ങളെന്ന് മുസ്ലിം ലീഗിനും കുഞ്ഞാലിക്കുട്ടിക്കും വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ പഴയ ലീഗ് ഫോർമുല അവർ പൊടിതട്ടി പുറത്തെടുത്തു. പണ്ട് കുഞ്ഞാലിക്കുട്ടിയും KM മാണിയും പിന്നെ കുഞ്ഞൂഞ്ഞും ചേർന്ന ഒരു അച്ചുതണ്ടുണ്ടായിരുന്നു. KM മാണിക്കും കുഞ്ഞൂഞ്ഞിനുമൊക്കെ നായന്മാരുടെ പോപ്പുമായി അടുത്ത ബന്ധം. NSS ആസ്ഥാനത്ത് വലിയ പിടിപാട്. അതുകൊണ്ട് തന്നെ സമുദായ സംഘടനകളുടെ കൃത്യമായ ഇക്വേഷനുകൾ ഉണർത്തി UDFനെ കരുത്തോടെ നിർത്താൻ ആ നേതാക്കൾക്ക് കഴിഞ്ഞു. KM മാണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ മരണം വലിയ വിടവാണ് UDFന് സമ്മാനിച്ചത്. ഒരുപാട് അനുഭവ സമ്പത്തുള്ള PK കുഞ്ഞാലിക്കുട്ടി കാര്യങ്ങളുടെ ഗൗരവം തിരിച്ചറിഞ്ഞു. ഇത് പാണക്കാട് തങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ക്രിസ്ത്യൻ സമുദായവുമായുള്ള സഹവർത്തിത്വം തന്നെയാണ് UDFന്റെ കെട്ടുറപ്പ് എന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ബിഷപ്സ് ഹൗസിലെത്തി പാണക്കാട് തങ്ങൾ കേക്ക് മുറിക്കുന്നതും വിവാദങ്ങളിൽ ചെന്നകപ്പെടുന്നതും. കേക്ക് മുറിക്കൽ സമുദായത്തിനുള്ളിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി. ക്രിസ്ത്യൻ സമുദായത്തെ കൂടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് UDFൽ ഉറപ്പിച്ചു നിർത്തേണ്ട ആവശ്യകത കൃത്യമായി കുഞ്ഞാലിക്കുട്ടിക്കറിയാം. അതുകൊണ്ടാണ് ക്ലിമീസ് ബാവയെ മുൻനിർത്തി ഇപ്പോൾ കരുക്കൾ നീക്കുന്നതും. മറുവശത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായി രഹസ്യ ചർച്ചകൾ ക്ലിമീസ് ബാവയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. മുസ്ലിം ലീഗ് നേതാക്കൾ ക്ലിമീസ് ബാവയെ ഇന്നലെ സ്വീകരിച്ചു. മുസ്ലിം ലീഗ് നേതാക്കളായ സാദിഖ് അലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി KCBC പ്രസിഡന്റ് ചർച്ചയും നടത്തി. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയായി എന്ന വാർത്ത പുറത്തുവിട്ടത് ലീഗ് കേന്ദ്രങ്ങൾ തന്നെ. UDFലെ വിഷയങ്ങൾ ഇവർ ചർച്ച ചെയ്തുവെന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. സാമുദായിക നേതൃത്വങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ കോൺഗ്രസ് നേതാക്കൾ നീക്കം നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ ക്ലിമീസ് ബാവ പാണക്കാടെത്തിയത്. നേരത്തെ മുനമ്പം വിഷയത്തിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുമായി മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തലശ്ശേരി ബിഷപ്സ് ഹൗസിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച.
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തങ്ങളുടെ കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തിയുണ്ടെന്നും ഇത്തരം കൂടിക്കാഴ്ചകൾ ആവശ്യമാണ് എന്നുമാണ് സാദിഖ് അലി തങ്ങളുടെ പ്രതികരണം. മുനമ്പം വിഷയത്തിൽ സമുദായ അംഗങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ മുസ്ലിം ലീഗിന്റെയും പാണക്കാട് തങ്ങളുടെയും ഒക്കെ നീക്കങ്ങൾക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ചില കോണുകളിൽ നിന്നുയരുന്നു. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് മലാപ്പറമ്പിലെ ബിഷപ്സ് ഹൗസിലെത്തി സാദിഖ് അലി തങ്ങൾ കേക്ക് മുറിച്ചതിനെ ആയുധമാക്കി മറ്റൊരു യുദ്ധമുഖമാണ് ഇപ്പോൾ മുസ്ലിം സമുദായത്തിനുള്ളിൽ തുറന്നിരിക്കുന്നത്. സമസ്തയിലെ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും ഇപ്പോൾ ഇരു ധ്രുവങ്ങളിലായി നിന്ന് പോർ വിളിക്കുന്നു. സൗഹാർദ്ദത്തിന് കേക്ക് മുറിക്കാം എന്നതാണ് സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗ നേതാവായ അബ്ദുസ്സമദ് പൂക്കോട്ടൂരിന്റെ നിലപാട്. എന്നാൽ ക്രിസ്മസ് ആഘോഷ ചടങ്ങിനെത്തി സാദിഖ് അലി തങ്ങൾ കേക്ക് മുറിച്ചതിനെ സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധ നേതാവായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് രൂക്ഷമായി വിമർശിച്ചിരുന്നു. വിശ്വാസമില്ലെങ്കിലും ഇതര മതാചാരങ്ങളിൽ പങ്കെടുക്കരുത് എന്നതാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ചൂണ്ടിക്കാട്ടുന്നത്. ഇതര മതങ്ങളുടെ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നത് നിഷിദ്ധമാണെന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയുന്നു. ലീഗിന്റെ മുൻ നേതാക്കൾ ഇത്തരം കാര്യങ്ങളിൽ മാതൃക കാട്ടിയിട്ടുണ്ട് എന്നും ഇപ്പോഴത്തെ നേതൃത്വം ഇക്കാര്യങ്ങളിൽ വരുത്തുന്നത് വലിയ വീഴ്ചയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. സമസ്തയിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു തർക്ക പരിഹാരത്തിനായി ശ്രമം നടക്കുന്നതിനിടയിലാണ് ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും ഇരു ധ്രുവങ്ങളായി നിന്ന് പരസ്പരം വെല്ലുവിളിക്കുന്നത്. വിവാദങ്ങളുടെ ഒരറ്റത്ത് ഇപ്പോഴും സാദിഖ് അലി തങ്ങൾ തന്നെ നിൽക്കുന്നുവെന്നത് ലീഗിനെ കൂടുതൽ ദുർബലപ്പെടുത്തുന്നു. നേരത്തെ ഉമർ ഫൈസി മുക്കം മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളെ അധിക്ഷേപിച്ച് പ്രസംഗിച്ചു എന്ന വിഷയം സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗത്തിന്റെ എതിർപ്പ് വിളിച്ചു വരുത്തിയിരുന്നു. ഈ വിഷയം ചർച്ച ചെയ്യാൻ സമസ്തയുടെ യോഗം വിളിച്ചു ചേർത്തു എങ്കിലും പരസ്പരം വെല്ലുവിളിച്ച് സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. യോഗത്തിൽ നിന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയത് വലിയ ക്ഷീണമുണ്ടാക്കി. ഇത് വലിയ വിവാദങ്ങൾക്കും വാർത്തകൾക്കും കാരണമായി. തങ്ങൾക്കെതിരായ അധിക്ഷേപ പ്രസംഗത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നതിന് മുന്നോടിയായി ഉമർ ഫൈസി മുക്കത്തോട് യോഗത്തിൽ നിന്നിറങ്ങി പുറത്തു നിൽക്കാൻ ജിഫ്രി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഉമർ ഫൈസി ഇതിന് വഴങ്ങാതിരുന്നു. പിന്നാലെ ഉമർ ഫൈസി നടത്തിയ കള്ളന്മാർ പ്രയോഗം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോകുന്നതിന് കാരണമായി. പിന്നീടാണ് MD അബ്ദുള്ള മുസ്ലിയാരുടെ നേതൃത്വത്തിൽ സമസ്തയിലെ തർക്കപരിഹാരത്തിന് 5 അംഗ സമിതി രൂപീകരിക്കുന്നത്. തർക്ക വിഷയങ്ങൾ മുശാവറ പരിഗണിക്കാതെ ഉപസമിതിക്ക് വിട്ടു. ക്രിസ്മസ് ദിനത്തിൽ ആശംസകൾ അറിയിക്കാൻ തങ്ങളെത്തിയതിൽ വലിയ സന്തോഷമുണ്ടെന്നായിരുന്നു സന്ദർശനത്തോടുള്ള കോഴിക്കോട് രൂപതാ ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിന്റെ പ്രതികരണം. ഒരു വശത്ത് സമസ്തയിലെ ലീഗ് വിരുദ്ധർ, മറുവശത്ത് UDFനെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള കുഞ്ഞാലിക്കുട്ടിയുടെയും സാദിഖ് അലി തങ്ങളുടെയും ഒക്കെ കരുനീക്കങ്ങൾ. ഇതിനിടയിൽ മുസ്ലിം സമുദായ അംഗങ്ങൾ ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാണ്. കേരളത്തിൽ മതസൗഹാർദ്ദം നിലനിർത്തുന്നതിൽ എന്നും പാണക്കാട് തറവാടിന് അതിൻ്റെതായ സ്ഥാനമുണ്ട് എന്ന് PK കുഞ്ഞാലിക്കുട്ടി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളുടെ യോജിപ്പ് തന്നെയാണ് UDFന്റെ കെട്ടുറപ്പിന് നിദാനമെന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് അദ്ദേഹം സൂക്ഷ്മതയോടെ കരുക്കൾ നീക്കുന്നു. എന്നാൽ മുസ്ലിം ലീഗ് UDFനെ പൂർണ്ണമായി ഹൈജാക്ക് ചെയ്യുമോ എന്ന സംശയം ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ ഇപ്പോഴും ശക്തമായി ഒഴുകുന്നു. അതുതന്നെയാണ് പല സോഷ്യൽ മീഡിയ കുറിപ്പുകൾക്കും കാരണം. കാസയുടെ പ്രചരണങ്ങളുടെ മുഖ്യ ആയുധവും ഇതുതന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.